ശത്രുക്കൾക്ക് മഹാപ്രളയത്തെ വിളിച്ചു വരുത്താനാകും. എങ്ങനെയാണ് എന്നല്ലേ? അതിന് ചൈനയുടെ കഥ അറിഞ്ഞാൽ മതി. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തമായിരുന്നു ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹെനാനിൽ 1975 സംഭവിച്ചത്. ചൈനയുടെ ഭൂതകാലത്തിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിലൊന്നായ ടൈഫൂൺ നീനയാണ് ഈ വൻ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. 1.5 ലക്ഷത്തോളം പേർ ഇതിന്റെ ഫലമായി മരണമടഞ്ഞു. ചൈനയിലെ പ്രശസ്തമായ ബാൻക്യാവോ എന്ന വമ്പൻ അണക്കെട്ട് തകർന്നതാണ് ഇതിൽ ഏറ്റവും മാരകമായത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ മൂന്നാമത്തെ പ്രളയത്തിനും സംഭവം വഴിയൊരുക്കി. ചൈനയിൽ ഒഴുകുന്ന റൂ നദിയിൽ 1953 ബാൻക്യാവോ ഡാം നിർമ്മിക്കുന്നത്. ചെയർമാൻ മാവോ സേതുങ്ങിന്റെ സർക്കാർ നടപ്പിലാക്കിയ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പദ്ധതിയുടെ ഭാഗമായുള്ള ത്വരഗതിയിലുള്ള വികസനങ്ങളുടെ ഭാഗമായിരുന്നു ബാൻക്യാവോ ഡാമിന്റെ നിർമ്മാണവും. ചൈനയിലെ പ്രധാന നദിയായ ഹുവാങ്ഹെ അഥവാ മഞ്ഞ നദിയിൽ അടിക്കടി ഉണ്ടായ പ്രളയം തടുക്കുക, പിന്നെ വൈദ്യുതി നിർമ്മാണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു സോവിയറ്റ് സഹായത്തോടെ ഡാം രൂപകൽപ്പന ചെയ്ത് നടപ്പിൽ വരുത്തിയത്. 387 അടി പൊക്കവും 49.2 കോടി ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയുമുള്ള ഡാം 1000 വർഷം വരെയുള്ള കാലയളവിൽ പോലും ഉണ്ടാകുന്ന വമ്പൻ പ്രളയങ്ങളെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളതാണെന്നാണ് ചൈനീസ് അധികൃതർ അന്ന് വിശ്വസിച്ചിരുന്നത്. ആരാലും തകർക്കപ്പെടാനാകില്ലെന്ന അർത്ഥത്തിൽ ഉരുക്ക് അണക്കെട്ട് എന്ന പേരിലും ബാൻക്യാവോ ഡാം അറിയപ്പെട്ടു. എന്നാൽ കാര്യമൊന്നും വിചാരിച്ചതുപോലെ നടന്നില്ല. ഡാം പൊട്ടിപ്പോയി.